ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതുകൊണ്ട് തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണിത്. ദൈവം ഇസ്രായേലിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്നും എങ്ങനെ അനുഗ്രഹിച്ചുവെന്നും അവരോട് പറയുന്ന അധ്യായമാണിത്. ആ കാര്യങ്ങൾ കേട്ട് നാമും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കും അത് വളരെ അനുഗ്രഹകരമാണ്. ഈ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും പ്രത്യേകം ശ്രദ്ധേയമായ 2 വാക്യങ്ങളാണ്. ഞാനത് വായിക്കട്ടെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിൻ്റെ പുകഴ്ച, അവനാകുന്നു നിൻ്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. മനോഹരമായിരിക്കുന്ന വാക്കുകളാണ്. ദൈവത്തോട് നാം എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിരിക്കുന്ന ആശയം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നതാണ്. നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അമ്മയോട് ആ കുഞ്ഞ് എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്, അതുപോലെ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. അമ്മയുടെ മാർവിലെ ആ ചൂട് ആ കുഞ്ഞ് അനുഭവിച്ച് അമ്മയുടെ പാൽ നുകർന്ന് ആ കുഞ്ഞ് സന്തോഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ചൂടനുഭവിച്ച് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് നാം ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്ത വിധത്തെക്കുറിച്ചും അവരെ തൻ്റെ കരങ്ങളിൽ വഹിച്ച വിധത്തെക്കുറിച്ചും മോശ ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ പാപങ്ങളെ ദൈവം മോചിച്ചതും അവരെ നശിപ്പിക്കാതെ മോശയുടെ ഉപവാസവും പ്രാർത്ഥനയും നിമിത്തം അവരെ ദൈവം രക്ഷിച്ചതും ഒക്കെ മോശ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ദൈവം ഇത്രയും നന്മകൾ അവർക്ക് ചെയ്തിരിക്കയാലും താൻ മാത്രം ഏകസത്യദൈവമായിരിക്കയാലും ദൈവത്തോടുള്ള ഇസ്രായേലിൻ്റെ പ്രതികരണങ്ങൾ അതീവ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം എന്നാണ് ദൈവം നിർദ്ദേശിച്ചത്. പറഞ്ഞു, ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം, കാരണം അവൻ മാത്രമാണ് സത്യദൈവം. അവനെ നിങ്ങൾ സേവിക്കണം, കാരണം അത്രയധികം വില കൊടുത്താണ് അവൻ നിങ്ങളെ വീണ്ടെടുത്തത്. നിങ്ങൾ അവൻ്റെ അടിമകളാണ്. നിങ്ങൾ ഈ ദൈവത്തോട് ചേർന്നിരിക്കണം, കാരണം ദൈവം അവരെ അത്രയധികം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം, കാരണം ദൈവം മാത്രമാണ് ആത്യന്തിക സത്യവും അധികാരിയും. 4 കാര്യങ്ങളാണ് ദൈവം അവരോട് പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അതെ, എന്താണ്? ഒന്ന്, നാം ദൈവത്തെ ഭയപ്പെടണം, കാരണം താൻ മാത്രമാണ് സത്യദൈവം. സത്യദൈവം നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ബൈബിളിലെ ദൈവമുള്ളൂ സത്യദൈവം. മറ്റേതൊക്കെ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളാണ്, മതങ്ങളുണ്ടാക്കിയ ദൈവങ്ങളാണ്. സത്യദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. അതൊക്കെ അങ്ങനെ പറയുന്നത് തെറ്റല്ലേ എന്ന് ചിലർ പറയും. അങ്ങനെയൊക്കെ അങ്ങ് പറയാമോ? എല്ലാവരും ദൈവങ്ങളല്ലേ? എല്ലാവരും ദൈവങ്ങളല്ല. ദൈവം ഒന്നേ ഉള്ളൂ, അത് പിതൃപുത്രാത്മാവായ സത്യദൈവം, ത്രിയേക ദൈവം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവനെ സേവിക്കണമെന്ന് പറഞ്ഞു. അതിന് കാരണം പറഞ്ഞ് അത്രയധികം വില കൊടുത്താണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത്. മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ദൈവം വലിയ വില കൊടുത്തു. പെസഹ കുഞ്ഞാൻ രക്തത്താൽ സംഹാരകൻ അവരെ തൊടാതിരിക്കുവാനൊക്കെ കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് അക്കരെ കടത്തി 40 വർഷങ്ങൾ മരുഭൂമിയിൽ അവരെ തീറ്റിപ്പോറ്റി. നിങ്ങൾ അവനെ അനുസരിക്കണമെന്ന് പറഞ്ഞു, അവനെ നിങ്ങൾ സേവിക്കണമെന്ന് പറഞ്ഞു. ഇത്രയധികം വില കൊടുത്ത് വാങ്ങിയതായിരിക്കും ദൈവത്തെ, അല്ലാതെ പിന്നെ ആരെയാണ് സേവിക്കുന്നത്? നിങ്ങളവൻ്റെ അടിമകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് പറഞ്ഞു, കാരണം ദൈവം അവരെ അത്രയധികം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്ക് സ്നേഹമുള്ള ആളുകളോട് ചേർന്നിരിക്കുന്ന വലിയ സന്തോഷമല്ലേ? നമ്മുടെ കൂട്ടുകാരെന്ന് പറയാറല്ലേ? കുഞ്ഞുങ്ങളാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ സമയം കഴിക്കാനല്ലേ? വീട്ടിൽ അപ്പനും അമ്മയോടും കൂടെ സമയം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ കൂട്ടുകാരോടുകൂടെ. നേരം വെളുത്താൽ ഉടനെ അവർ കൂട്ടുകാരുടെ അടുക്കിലേക്കാണ് ഓടുന്നത്. സന്ധ്യയാകുമ്പോൾ അവർ കയറി വരുന്ന മനപ്രയാസത്തോടാണ്. കൂട്ടുകാർ. ദൈവം നമ്മുടെ കൂട്ടുകാരാകണം, കാരണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ്. അബ്രഹാമിന് ദൈവത്തിൻ്റെ സ്നേഹിതനാകാമെങ്കിൽ ഏതൊരു വിശ്വാസിക്കും ദൈവത്തിൻ്റെ സ്നേഹിതനാകാം, പക്ഷേ അബ്രഹാമിനെ പോലെ ചേർന്നിരിക്കണമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. അങ്ങനെയാണ് നാം ദൈവത്തോട് ചേർന്നിരിക്കണം, കാരണം ദൈവം നമ്മെ അത്രയധികം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ പറഞ്ഞു, നാം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം.
സത്യം ചെയ്തെന്നും ആ ഒരു കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കള്ളം പറഞ്ഞിട്ട് അതിനെ തെളിയിക്കാനായിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ഇല്ലാത്ത നുണ പറഞ്ഞിട്ട്. കോടതികളിൽ ചില വക്കീലന്മാർ നുണ തന്നെ പറയും. പക്ഷേ അതിനു മുമ്പ് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? സത്യം മാത്രം പറയാം, സത്യമേ പറയൂ, പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്നൊക്കെ അവർ സത്യം ചെയ്താണ് പറയുന്നത്. അതുപോലെ ചില സാക്ഷികളെ കൊണ്ട് അവരുടെ മതം ക്രിസ്ത്യാനിയാണെന്ന് ബൈബിളിൽ തൊട്ടിട്ട് സത്യം ചെയ്യിക്കും, ഞാൻ സത്യം പറയൂ, സത്യം മുഴുവൻ പറയാൻ, സത്യമല്ലാതെ പറ്റൊന്നും പറയില്ല. എന്നിട്ട് നുണ തന്നെ. കണ്ടിട്ടില്ലാത്തത് കണ്ടെന്നും കണ്ടത് കണ്ടിട്ടില്ലെന്നും ചെയ്യാത്ത ചെയ്തിട്ടില്ലെന്നും എന്ന് വേണ്ട. ദൈവം പറഞ്ഞ് അങ്ങനെയല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവനാമത്തിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് തെളിയിക്കാൻ പിന്നെ വേറൊരാണയും വേണ്ട. അങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാപുരോഹിതന്മാരൊക്കെ പറഞ്ഞത്, യഹോവയുടെ വിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം മാത്രമാണ് ആത്യന്തികമായ സത്യവും അധികാരിയുമായിട്ടുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ നാമത്തിൽ വേണം നാം കാര്യങ്ങൾ പറയാൻ. ഇങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം പുകഴ്ച നൽകുമെന്നാണ്. അവർക്ക് ഞാൻ പുകഴ്ച നൽകുകയും മഹാകാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്ഥാനവും സ്വഭാവവും നന്മയും ഗ്രഹിച്ച് ഇസ്രായേൽ മക്കൾ പെരുമാറണമെന്നാണ് ദൈവത്തിന് അവരോട് പറഞ്ഞിട്ടുള്ളത്. ദൈവം അവരെ അത്രമാത്രം സ്നേഹിക്കുകയും അവരെ രക്ഷിക്കുവാൻ തക്കണം അത്ര വലിയ വില കൊടുക്കുകയും ചെയ്തൊരു ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തതിനേക്കാൾ എത്ര വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തത്. കാൽവറി ക്രൂശിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. എങ്കിൽ ദൈവം നമ്മോട് പറയുന്നു, അതാണ്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തിൻ്റെ നാമത്തിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്ര വലിയ മഹത്തായിരിക്കുന്ന പദവി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ഈ സത്യദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.